പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണെന്നത് ഇന്നലെ വരെ പ്രതിപക്ഷത്തിന്റെ പരിഹാസമായിരുന്നു. എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ ഇത് പ്രഖ്യാപിക്കുകയാണ്. നമുക്കിത് വാർഷികാഘോഷം എന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ചുമതലയിൽ നിർവഹിച്ച വികസന പ്രവർത്തനങ്ങൾ വാർഷികത്തിന്റെ സമയത്ത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് വാർഷികമാണെന്ന് പറഞ്ഞാൽ എന്താ തടസ്സം? പ്രധാനമന്ത്രി വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളിതിനെ കാണുന്നത് ഇങ്ങനെയാണ്. ബിജെപിയും സിപിഎമ്മും ചേർന്ന് സംയുക്തമായി നടത്തുന്നതാണോ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടി എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ: കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ, അല്ലാതെ സിപിഎം അത് നിങ്ങളുടെ ഒരു വേർഷനാണ്. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ഗവർണറുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജനപ്രതിനിധികളല്ലാതെ 2 പേർ മാത്രമാകും വേദിയിലുണ്ടാകുക. 1 കരുൺ അദാനി, 2 BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആരും പട്ടികയിലില്ല. മുൻ കേന്ദ്രമന്ത്രി എന്ന രൂപത്തിലാണ്, BJP അധ്യക്ഷൻ എന്ന രൂപത്തിലല്ല അത് തന്നിരിക്കുന്നത്. ഉണ്ട്, പക്ഷേ ഇത് അവർ നിർദ്ദേശിച്ച. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നിരാകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കഴിയുമോ? കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യമുണ്ടാക്കിയ വിവാദം ചെറുതായിരുന്നില്ല. വിഴിഞ്ഞത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ സാന്നിധ്യവും ഇതിന്റെ തനിയാവർത്തനമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.